ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മുളക് പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ ചട്നി തക്കാളി ഉള്ളി മാത്രം വെച്ചിട്ടുണ്ടാക്കും, തേങ്ങാ ചട്നി സെപ്പറേറ്റും ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി ഇതുപോലെ ഒരു ചെറിയ കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടാകുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡിയായി. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ കൊള്ളാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കടുക് വറുത്തിട്ടാൽ മതി. നല്ല രുചിയുള്ള ചട്നി റെഡി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.